ഇവിടെ നോക്കണോക്കാ എന്താ മേശപ്പുറത്ത് കാണാത്ത കുറെ സാധനങ്ങളൊക്കെ. സമൂസ എന്റെ കുട്ടി എന്തെങ്കിലും തലയിൽ വെക്കാനെന്ന് പോണോ? ഓന്റെ തലയിൽ വെക്കാനെന്നാ പോണേ. അല്ല ഞാൻ എന്റെ അടുത്തേക്ക് വന്നതാ. ഇതിപ്പോ കാര്യമായിട്ട് ഇതിന്റെ ഫോൺ തല്ലി പൊട്ടിച്ചാനാണ് അതിന്റെ പണിപ്പളകീനി. ഫോണ് ഇതാനെ ഞാൻ കൊടുക്കൂല. എന്താ കാരൊക്കെ പൊട്ടി എന്താ അടി ഇവന്റെ ഒരു കാര്യം പറഞ്ഞു കൊടുത്താലോ നമുക്ക്. അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നല്ല പരിപാടികളാണ്. എന്താ വെച്ചാല് എന്താണ് നമ്മളെ തുറവി അല്ലേ? കൊറേ ആൾക്കാരെ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാ വിചാരിച്ചു. സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ പോയി കൊടു നിക്കണേ. അപ്പൊ ഉള്ളിത്തൊലിയാണ് കാര്യമായിട്ട്. നമുക്ക് വെല്ലുള്ളിയാണ് ഒക്കത്തേക്കും വേണ്ടി. വരാനായി മറ്റോല് എവിടെയാണ്? അപ്പൊ ഓല് പരിപാടി കഴിഞ്ഞിട്ട് വരാറ് നിക്കാണ്. അപ്പൊ ഉള്ളിത്തോലി കണ്ട് നമുക്ക് നടത്താൻ വിചാരിച്ചാണ്ട് ഒരു ലോഡ് ഉള്ളി തൊളിച്ചാണ്. അപ്പൊ ഉള്ളി ചാകരയായിട്ട് തൊലിയിലാണ്. കാരണം ഇപ്പൊ ടൈം അറിയണത് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂൾക്കാക്കി തരാൻ ഫ്രീ ആണ്. അവിടെ ആരോ വന്നിക്കണല്ലോ. ആ പിരിവിന്റെ എന്നാ പോയി വാ അമ്മ പോയിക്കോളും. അപ്പൊ അതെ വരുന്നേ. അപ്പൊ എന്താ പറയാ, അപ്പൊ ഓലൊക്കെ വരുന്നതിന്റെ മുന്നേ ഉള്ളിത്തൊലി സമൂസക്കില്ല വാട്ടല് കടലയിട്ടില്ല വാട്ടലോ ഒക്കെ അതാണ് വലിയ പണി. അതാണ് പണി. പിന്നെ ബിരിയാണിക്ക് ഉള്ളി അങ്ങനെ തരിഞ്ഞൊക്കെ വിചാരിച്ചു. ഉമ്മ ഇനി ഇതായാലും ബീഫ് പണ്ടത്തെ മാതിരിയല്ല, പരിപാടികളൊന്നും നടക്കില്ല. കുട്ടി ഇപ്പൊ ചെറുതായോണ്ടേ ഒരു വിധാണ്ട് ആയി കിട്ടണം. അതോളം മേത്തന്നെക്കാരം. ഓന് പിന്നെ ഓളെ തന്നെ മാണെന്നൊന്നുമില്ല കേട്ടോ. മാണെന്നൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മളത് ഇത് അത് ഇത് പക്ഷെ ഓരിപ്പോ തന്നെ അങ്ങനെ പാൽ കുടിച്ചോണ്ടേ നല്ല കനത്തില് തിന്നാണെങ്കിൽ കുറച്ചൊക്കെ കഴിച്ചെടുക്കും. അപ്പൊ ഇപ്പൊ ഭയങ്കര ഉള്ളിത്തൊലിയിലാണ്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാരും വരും. അപ്പൊ അളിയാക്കാക്കൊന്ന് പണി ലീവാണ്. അതാണ് ഇന്ന് തന്നെ ആക്കിയത്. അപ്പൊ ഞാൻ ബിരിയാണിക്കില്ലേ ഉള്ളി കട്ലേറ്റ് സമൂസ ബീഫ് കട്ലേറ്റ് ഉണ്ടാക്ക, ചിക്കൻ സമൂസ ഉണ്ടാക്കാം. പിന്നെ വത്തക്ക ഫ്രൂട്ട്സുകൾ അങ്ങനെ. ബിരിയാണി മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കണ. പത്തിരി ഉണ്ടാക്കണ്ട. മെനക്കെട്ട് ഉണ്ടാക്കിയിട്ട് തിന്നാൻ കഴിയൂല. പിന്നെ എന്തിനാ വെറുതെ അതിന് നിക്കണ പിറ്റേന്ന് തിന്നാനാണെങ്കിൽ കുട്ടികളുള്ളൂ. പിറ്റേന്നൊക്കെ ചൂടാക്കാന്ന് പറഞ്ഞ അപ്പൊ ഇതിനെ കേറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ബിരിയാണി ഒക്കെ നമ്മള് മൈൻഡിലൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്താവോ എന്തോ. ബീഫ് ഇവിടെ അരിഞ്ഞൊക്കെ എഴുതി വെച്ചിക്കണം. അപ്പൊ ഇനി ബീഫ് വെക്കാനുണ്ട്. അടുപ്പത്ത് വെക്കാറുണ്ട് നിക്കാണ്. അങ്ങനെയൊക്കെയാണ് പരിപാടികള്. അപ്പൊ ഓരോന്നായിട്ട് തുടങ്ങട്ടെ. ഉള്ളി അത് തികയടി. ബിരിയാണിക്ക് വേണം. കട്ട്ലറ്റ് സമൂസ സംഭവം ഉണ്ട് കേട്ടോ. നമ്മളെ ഉള്ളിക്കൊട്ടിയിൽ എപ്പോഴും സാധനങ്ങളുണ്ട്. എന്തായാലും പോയി ലോഡ് വാങ്ങിക്കൊടുക്കണം. ഇത് പഴയത് കറി പുതിയത് കറിയാണ്. മറ്റേതെടുക്കണ്ടേ? അതെടുക്കണ്ടേ? കയ്യിലതിന് കൊള്ളൂല. വരുന്നില്ല തന്നെ. ഞാൻ അടുത്തെടുക്കണം. ചെമ്പട്ടിയില് തുള്ളി വെള്ളം എടുത്താ കുടിച്ചാലോ? കുളിച്ചാല് അത് ഉള്ളി നടു കീറിടാനേ കണ്ണെരിയൂലേ? ഇതാ ബേസ് എടുത്താ മതിയല്ലോ. പിന്നെ നോക്കി അമ്മ ഉള്ളിയാക്കണ എറിയുന്ന അതിലെ നിലത്ത് കൂടെ കടന്നു കണ്ട്. എന്താ നീച്ചാ മടി. കൊടുക്കി മതി. വാടിയെടുത്തൊന്ന് കൊടുക്കി. എന്താന്നില്ല നീച്ചണം കാസാരിയില്ലേ. ലാസ്റ്റ് അവിടെ കൊണ്ടുപോയിടാം. ഞാൻ ഇത് ഓഫാക്കി ഞാൻ തുടങ്ങിയ പണി. ക്യാമറ കാണുമ്പോ നന്നായിക്കോട്ടെ എന്നാ ഓണാക്ക്. ഞാൻ ഉള്ളിയും കാര്യമൊക്കെ അരിഞ്ഞ് ഒരുവിധ ശതവും കാര്യമൊക്കെ റെഡി ആക്കിയിട്ട് കാണാം അല്ലേ? ബീഫ് അടുപ്പത്തൊക്കെ അപ്പൊ കാണാം അല്ലേ? അപ്പൊ ഞാൻ വെക്കേണ്ടി വരും. എന്നാ വെച്ചോ? ഞാൻ വെക്കും. ഇമ്മ ബീഫ് ഓളാ വെക്കണ്ടേ ഞാനാ വെക്കണ്ടേ? അങ്ങനെയോ?
ഒരു പണി എടുക്കൂല കേസ് ഇപ്പിന വേണമെങ്കിൽ കൊണ്ടേക്കോളി ഒരു ഉപകാരം. ഒരു പെറ്റെടുക്കാന്നുള്ള ഒരു സാമാന്യ ബോധമല്ല ബൽക്ക്. എന്ത് ചെന്നെടുത്താവുന്ന പോലെ കേൾപ്പിച്ചാ ചെന്നെടുത്തേ. സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ചെന്നെടുത്തേ. പറയൂല ഒന്നും എടുത്തിട്ടില്ല. നമ്മളീ ബംഗാളികളെ മാതിരി. അല്ല പെരീത്തെ പണി പിന്നെ ആരെടുക്കണ്? ജാളെ നിർത്തിക്കണോ? നിർത്തണ്ട, എന്റെ കടമയാണ്. അത് മാപ്പന്റെ കടമയാണ്. അല്ല ഇജ്ജ് പെറ്റെടുക്ക് മാ വെളിനെ ആളെ നിർത്തിച്ചോട്ടമ്മ. ഞാൻ പോർണില്ല എന്താ ഈ കാണുന്ന ആളെ നമ്മള് നിർത്തുന്നതാണ്. നിങ്ങളെ മാതിരി ഞങ്ങളെ മാതിരി നിങ്ങൾ ആരാ നോക്കുക? തലയിൽ വെച്ചാ പേനടിച്ചു, നേരത്തെ വെച്ചാ ഉടുമ്പടിച്ചു നല്ല നിങ്ങൾ കൊണ്ടുവക്കുന്നത്. റേഷൻ പിടിയൊക്കെ വാടി അപ്പോത്തും ഞാൻ വരും വണ്ടിമ്മേ. അങ്ങോട്ട് വാടി അപ്പോഴും വരും ഞാൻ വണ്ടിമ്മേ. എന്തേലും ഒരു കുറവ് ഇന്നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കണോ? പറയ്. ജനങ്ങള് സാക്ഷി നിർത്തികള് പറയും. എവിടെ കുട്ടി കൗണ്ടില്ല കാലത്ത് അപ്പോഴും വേണ്ടി ഉണ്ടെങ്കിൽ കൗണ്ടിലുണ്ടാവും. എന്തൊക്കെ പറഞ്ഞൊരാട്ടം കേൾക്കും. അപ്പൊ ഞങ്ങൾ ഉള്ളിലേറിയിട്ട ടൈം പോവുകയാണ്. കത്തി ഒറ്റക്ക് പണി നിർത്തുന്നോണ്ടേ പണിക്കാരൊക്കെ എത്താൻ നേരം വൈകി. എന്താ മോണ്ട ഗ്രില്ലെന്താ ചിക്കൻ ഒരു ഗ്രില്ലുണ്ടായതാണേ. ഇവിടെ ഒരാളിപ്പോ വന്നാണ്, പാലും ബേക്കായിട്ട് വന്നാണ് ഇവിടെ കടന്നങ്ങനെ. എല്ലാവർക്കും ഉണ്ട്. ഈ ദുനിയാവത്തെ എല്ലാരും നോമ്പൊക്കെയുണ്ട്. സാധനം ഒന്ന് മാണ്ടാടെ അടുക്കിയിരുന്നോട്ടെ. ഹെൽമെറ്റ് ഓന് തേങ്ങ വാവ് ബൾബ് നന്നായി ബൾബ് ഉണ്ടെന്നെ. ഇടക്കിടക്ക് ഇന്റെ വരേക്കും വരിങ്ങളെ തേങ്ങ എടുത്തുങ്ങാണ്ട് ബിരിയാണി ഇപ്പൊ തീമിട്ടുണ്ട് എണ്ണക്കടിയൊക്കെ അത്രേ ഉള്ളു. ഓല് കൊണ്ടുവന്നാണേ തണുത്തുള്ള നോമ്പില്ല. ഓൽക്കല്ലേ ചെറിയപ്പോ വെള്ളത്തിന് വില അധികമുള്ളു. വത്തക്ക കഴിക്കണം. വത്തക്ക ജ്യൂസ് ഒന്നും ഇഷ്ടല്ലേ? എന്നാ മാങ്ങ കൊണ്ടുപോവാ ഷെയ്ക്ക് അടിച്ചു തരും. വത്തക്ക കൊണ്ട് തന്നെ ഉണ്ടാക്കാലോ. ഷെയ്ക്കോ സർബത്ത് മുഹബത്ത് സർബത്ത് ഉണ്ടാക്കാം. അങ്ങനെ വല്യമ്മ ഇവിടെ കണ്ട് നിക്കണ കാഴ്ച എന്താന്ന് വെച്ചാലേ ഇവിടെ കർലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഒരാൾക്ക് എത്ര എടുക്കാ? കർലേറ്റ് സമൂസന്റെ ആളോളാണ്, ചോറൊക്കെ നമ്മളാണ്. എന്ത് അങ്ങനെ 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 ഉണ്ടല്ലേ? ഉമ്മ എത്ര തിന്നും? തുള്ളി ഉപ്പിട്ടൊരു മിക്സാക്ക. വെള്ളം തന്നെ മതിയാവും. എന്ത് ആ വെള്ളം കിട്ടിയാണ്ടല്ലോ അത് ശരിയാ. അപ്പൊ നമ്മൾ പഠിച്ചോനെ കണ്ടല്ലോ അറിയില്ല മയ്യേ. വെള്ളം നല്ല എണ്ണക്കടിയൊന്നും നമുക്ക് തിന്നാൻ പിന്നെ റബ്ബേ വെള്ളം കിട്ടിയെങ്കിൽ നിലവാരേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായി. എന്ത് ഞാൻ ഇങ്ങനെ തിന്നിച്ചെന്നറിയില്ല സാധനം തിന്നാൻ. ഓൽക്ക് ഇന്നലെ നിലമ്പൂട്ട് ഓഫിന്റോടെ എന്തൊക്കെ ഉണ്ടായില്ല മാമ? അതിലെന്താ തിന്നത്? ബിരിയാണി നമ്മള് പെരിയിലാണെങ്കിലേ ഒന്ന് തുറന്നതിന്റെ നമുക്ക് ഒന്ന് തിന്നാ വിചാരിച്ചു. പക്ഷെ അവിടെ പോയിട്ട് അങ്ങനെ പറ്റൂല. നമുക്ക് ഒക്കെ പാട് തിന്ന നല്ല പൂതി ഉണ്ടാവും. പക്ഷെ എന്തല്ലോ ഒന്നും എടുത്താതെ മറ്റിമക്ക് പോവാൻ വെക്കൂല അല്ലേ? പൂതി ഉണ്ടാവും. പിന്നെ നമ്മളെ കൊയക്കൊക്കെ മാറിക്കാക്കുമ്പോഴിങ്ങനെ നീപ്പിച്ച അല്ല സമൂസ ഉണ്ട് അടുത്തരുണ്ട്. ഇരുന്നാ പിന്നെ നീച്ചാൻ വെക്കൂല നീ. അല്ല സമൂസ ഇതാക്കണം കച്ചിയൊക്കെ എന്താണ് മോശമുണ്ടോ? നിങ്ങള് പാത്രം അല്ല നല്ല വെള്ള ആണോ?
കുത്തച്ചേട്ടോ എടുത്തന്നെ അമ്മായ പാത്രം അടുത്തന്നെ കജകാണ് അമ്മക്ക് മോന്താറ് അതാണ് മകളോടുള്ള സ്നേഹം ഇപ്പൊ കണ്ടോ നിനക്ക് വെള്ളം എടുത്തന്നോന്ന് കയ്യേക്ക് തന്നോന്ന് പറയുമ്പോ അങ്ങോട്ട് പറയുന്നു അതന്നെ തള്ളാറല്ലേ അതിന് ഉമ്മ കുറെ ഒച്ചടൊന്നല്ല അവിടെ ഉമ്മാന്റെ മനസ്സിലൊന്നും ഇല്ലല്ലോ ഈ ചെക്ക മറ്റേ പട്ടാളക്കാരെ അതിന് ചാടാ പാടാ ഒച്ചയും പുളേരിയുള്ളൂ ഒച്ചയും പുളിയൊക്കെ അപ്പോഴും ഉണ്ടാവും അത് വേറെ കാര്യം നമ്മളെ കുടുംബ പാരമ്പര്യമാണോന്ന് അറിയില്ല നമുക്ക് പിന്നെ ഒക്കെ പതുക്കെ വർത്താനം പറഞ്ഞ ശീലമില്ല ഇല്ലതൊക്കെ വർത്താനം പറഞ്ഞില്ല ശീലം ഇനി കഞ്ചി തുറക്കാനോ ഒരു ഞങ്ങളവിടെ ഒരു തുണി കൊടുത്താൽ കഴിക്കല തുണി ഓയ് കൊയങ്ങിയോ നോമ്പ് വെച്ചിട്ട് കുറച്ചോനെ ഗെയിം കളിച്ച് കൊയങ്ങിക്ക് അത് നഴ്സറിന്ന് വന്നതല്ലേ അവിടെ ടീച്ചറെ ഫോൺ വൈകാണ്ട് കളിച്ചാ എന്താ കേട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കണ്ടല്ലോ ടീച്ചറെ കേട്ടില്ലേ ടീച്ചറോട് പറഞ്ഞാണ്ടല്ലോ ഇപ്പൊ നീച്ചു കണ്ടോനെ ഇതൊന്ന് വാടിയിട്ടല്ലേ ഇതാക്കണേ എന്ത് പാടുക ഇത് ഉണങ്ങാൻ വെക്കണം നീ ഒന്നും ഇങ്ങോട്ട് വലിഞ്ഞോട്ടെ കുട്ടിന്റെ പ്രശ്നമല്ലോ അടുക്കള അത്യാവശ്യം വീതിയിൽ ഉണ്ടായോണ്ട് ഇരുന്നും കടന്നൊക്കെ പണിയെടുക്കാം ഞാൻ രാവിലെ തൊട്ടുപടി ഇപ്പം തുടങ്ങിയത് ഉള്ളി അരിയാനും നിക്കാൻ പറ്റും ഇതൊക്കെ അപ്പൊ പിന്നെ വാരി ആ കടന്നോട്ടാ മതി ലാസ്റ്റ് അപ്പൊ ഞങ്ങളിങ്ങ് കള്ളേറ്റിന്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ് ഞാൻ ഇത് ഞാനാക്കിക്കോളാം അമ്മായി അറിയുന്നോള് ബ്രെഡ് പൊടിക്കണ്ട് ഇടുക മുട്ട ഉണ്ടാവും നീ ഒക്കെ ഉണ്ടാവും ബാക്കി കാരം ഒന്ന് വെല്ലണ് മുക്കിയാ മതിയടി ആകെ ഇതാവും മുട്ടയും നോക്കുമ്പത്തിന് ആകെ വിളിയില്ലേ അയക്കിടാൻ ഒരൂന്ന് ഇങ്ങനെ ആക്കിയാൽ മതി കടിമാടേ തന്നെ കടിമാടേ അമ്മയെ എന്നാ പിന്നെ പൊടി വാരി കയ്യില് മുക്കിയാണ്ട് ഇട്ടു കടി വാണേനും എങ്ങനെ അതില് വെച്ച് മുട്ടിയില് മുക്കിയാലേ അമ്മ അതില് ആവുള്ളൂ ഒട്ടുള്ളൂ ബ്രെഡ് പൊടി അങ്ങനെ വാരിട്ടേലേ ഇട്ടുള്ളൂ വാരിട്ടതിൽ ഒട്ടുള്ളൂ ഇത് പൊരിച്ചാകുമ്പോ നല്ല രസാണേ ഇത് ഉണ്ടാക്കണോര് മാണ്ടി വരൂല എച്ച് മാണ്ടി വരൂല കൊയങ്ങിട്ട് മതി ഒന്നുമ്പോ ചൊറുക്കൂട്ടി അർത്ഥർക്ക് അപ്പൊ എല്ലാരും ഇന്നെ തന്നെ നോക്കിയിരിക്കാണല്ലോ ഇപ്പൊ ഇത് അല്ലാതെ ഹോട്ടലാക്കി വെച്ചൂടെ ഇമ്മമ്മ ഒന്ന് ഉണ്ടാക്കി നോക്കി സമൂസന്റെ കൊണ്ടുവന്നാൽ ഉണ്ടാക്കാനോ ഇമ്മമ്മക്ക് സമൂസന്റെ പോലെ ചുറ്റാൻ അറിയോ എന്നാ ഇവിടെ ഇരിക്കും പഠിപ്പിച്ചാരാ ഇതാവട്ടെ തരി കാച്ചണം ഇല്ല നേരെ കറക്റ്റ് ആക്കാം നിങ്ങള് തരി ആച്ചിക്കോളി ഇത് സെറ്റ് ആക്കിക്കോളാം വീടെടുക്കുക അടിയിൽ പാത്രത്തിൽ കാച്ചാലേ തരി ഫ്രൂട്ട്സുകൾ ഉണ്ടാവണം മക്കരിയണം വെള്ളം തുറപ്പിച്ചോ വെള്ളം പരിയുന്ന ഞാൻ 2 വലിയ കുപ്പി വന്നിക്കണല്ലോ വെക്കാൻ സ്ഥലമല്ല ഒരു കുപ്പി വെച്ചു ഒരു കുപ്പിക്ക് സ്ഥലമല്ല കുപ്പി പുറത്താ സ്ഥലം വേണ്ടേ ഫുള്ള് ഫ്രിഡ്ജ് ഫുള്ള് ഡി ഇഷ്ടം പോലെ വെച്ചിക്കണാണ് കണ്ടില്ല ആ നേരം വെള്ളം വണ്ടി അപ്പൊ ഞങ്ങൾ ഇനി ഇതാക്കട്ടെ അല്ലേ സമൂസന്റെ പരിപാടി നേരത്ത് കാണാം നീ കാണുന്നതൊക്കെ ഞമ്മളിങ്ങനെ കാട്ടല്ലതാട്ടാം പക്ഷെ തിന്നാ നേരത്തെ ഇതൊന്നും കാണൂലല്ലോടി ഞാനൊന്നല്ല ഞമ്മള് പെരിയിലുണ്ടാക്കണ കട്ലറ്റ് തന്നെ കേട്ടോ രസം കടയത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു സൈസ് കുത്തല മമ്മ നിക്കണ കട്ലറ്റ് പിടിയെന്ന് ഒരു സൈസ് കുത്തലേ അടി ഇവന്റെ ഒരു കാര്യം പറഞ്ഞു കൊടുത്താലോ നമുക്ക് മോട്ടനെ മോട്ട സത്യ എന്താ പറയാ സത്യം മോട്ടൻ തന്നെ പറയണം
ഇവിടെ വാ. കണ്ട അതൊന്ന് കഴിച്ച് ശരിയാക്കിയാലോ അങ്ങനെ ഒരു മൈൻഡ് വരിക. ശരിയാക്കല്ലത് കേടെത്തിക്കണേ. ഈ പെരയിലാകെ ഒരു ടോർച്ച് ടോർച്ചുള്ളൂ. മണ്ണെണ്ണ വർക്ക് ഇവിടെ അല്ല. ചോദിച്ചിട്ട് നിങ്ങളെ കയ്യിൽ വേറെ ടോർച്ച് ഉണ്ടോ? അത് വല്ല നാസാക്കിങ്ങാണ്ട് ആ കട്ടിന്റെ മൂലക്കണ്ടായിരുന്നു. വലിയ ബൾബ് കൊണ്ടുവന്നിക്കണം. തന്നെ ഓനെ ഇപ്പാന്റെ റൂമിൽ ടോർച്ച് വെച്ചിന് ഇപ്പാന്റെ കജിന്റെ തൊട്ടില്. അവിടെ വന്ന് ഇപ്പാന്റെ തലക്കുമ്പോഴത്ത് ഇരിക്കണണ്ടീനി ഓനെ. എന്നിട്ട് വല്ല അയച്ചങ്ങാണ്ട് എന്തോ നാസാക്കിക്കണേ. ഒക്കെ നാസാക്കി കഴിച്ചങ്ങാണ്ട് പിന്നെ ഇടുക. എന്നിട്ട് ആ ടോർച്ച് എന്തോ കഴിച്ചിന്ന് അമ്മ കണ്ടീനി. പിന്നെ ടോർച്ച് എവിടെ തെരഞ്ഞിട്ട് ടോർച്ച് കാണാല്ല, എവിടെയും കാണാല്ല. അതില് ഇമ്മ വൈകുന്നേരം ഞാൻ വിളിച്ചു, മോട്ടെ ടോർച്ച് കണ്ടീനേജ്? ഇല്ല ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടാവും, കട്ടിന്റെ എവിടെയും ഉണ്ടാവും. എവിടെ തന്നെ ടോർച്ച് കാണില്ല. അതില് പിന്നെ ഉണ്ടോലോ. പിന്നെ ഞങ്ങളിപ്പോ എന്തോ തപ്പിയ പൽമാരുടെ മേലുണ്ടാ ടോർച്ച് അമ്മായിയെ വേറുത്തി വെച്ചിക്കണ്. അതിൽ ഇന്നലെ സീൻ വിളിച്ചപ്പോ പറഞ്ഞേ എടാ ഒരു ടോർച്ച് വേണട്ടോ, നമുക്ക് ടോർച്ച് ഇല്ലാന്നേ. അതില് പറഞ്ഞേ ആ അമ്മ മോട്ടം വിളിച്ചിനിയോ നിങ്ങളെ ടോർച്ച് കേടെത്തി പറഞ്ഞോട് പറഞ്ഞു മോട്ടം. അപ്പൊ ഇവിടെ കുറ്റസമ്മതം ഇവിടെ നടത്തിയില്ല. ഓ സിനുവിന് വിളിച്ചറിഞ്ഞിക്കണ്. എവിടെ നിട്ടാ കള്ളൻ? എന്ത് അന്റെ വണ്ടി എന്താ ജയിച്ച് നന്നാക്കാത്ത? അതും പാടെ അയച്ചു ഞാൻ കൊടുന്നിട്ട് വേണം അതിന്റെ എഞ്ചിനും എല്ലാ സംഭവം അയച്ചിടാനും കേട്ടോ. ടയറൊക്കെ ഇവൻ എങ്ങനെ സ്വഭാവം ഉണ്ട് കേട്ടോ. പുതിയ സാധനങ്ങൾ കണ്ട കഴിച്ചങ്ങാണ്ട് റിപ്പയർ ചെയ്യാൻ നോക്കും, പക്ഷെ ശരിയാകൂല. ഇപ്പൊ ഈ പരിപാടി ഇവിടെ തുടങ്ങിയോണ്ടിരിക്കാണ്. നമ്മളിവിടെ സേമിയ അല്ല റവ ഉണ്ടാക്കുക കേട്ടോ. റവ അല്ല എന്താ തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മളിത് ഉണ്ടാക്കട്ടെ. ചോറ് ഇവിടെ ദമ്മിട്ടിക്കണ്. ഇതെന്തിനാ വെള്ളം? ചായക്കോ എന്തിനു വേണമെങ്കിലും മുക്കാം. അപ്പൊ ബിരിയാണി നമ്മളത് ദമ്മിലാണ് കിടക്കുന്നത്. ഇപ്പൊ സംഭവങ്ങളൊക്കെ കഴിയാനായിട്ടോ. ഇവിടെ സമൂസന്റെ പരിപാടിയാണ് കേട്ടോ. സമൂസ ഒക്കെ ഇവിടെ ഒക്കെ ആക്കി കഴിഞ്ഞു. എന്താ ഇതിനൊക്കെ ഓട്ട? ഇതാരാ പറക്കേ? ഇവിടെ പിന്നെ നമ്മള് കാരക്കാപ്പൊരി ഉണ്ടാക്കണ്ട. അതിന് വേണ്ടിയ കൂട്ട് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിക്കണ് കാരക്കാപ്പൊരി. അപ്പൊ ഒന്ന് കാരക്കാപ്പൊരി ഉണ്ടാക്കാം. അപ്പൊ ഞാൻ തല ഈ പണി തുടങ്ങട്ടെ കേട്ടോ. സമൂസ ഉണ്ടല്ലേ കട്ലറ്റിലേറെ? അതുണ്ടാവും. ഓൾക്ക് കൊടുക്ക്. മാറി എന്റെ കൂട്ടിക്കാൻ കൊടുക്കട്ടെ. ഇച്ച 500 അതിക്ക് എത്ര വെച്ചാ മൈക്കളി? 28 ഒക്കതൊക്കെ വേണം, പാല് വേണം. 2 പാല് പോയിക്കുണ്ടാവേ. 10 1 ഒരു വേക്ക് തരീക്ക്. പിന്നൊന്നുമില്ല. എന്നാ പിന്നെ വാങ്ങണ്ടല്ലോ. കട്ടച്ചായല്ലേ? ഈ സാമനത്തൈനി കുട്ടികള് സ്കൂളിട്ട് പോയി. എന്താ കാരൊക്കെ പൊടി? എന്താ എന്താ ഞാൻ അതിന്റെ തലക്കം തൊടിച്ച അടുപ്പത്ത് നിർത്തത് കച്ചിട്ട് എന്താണ് വിധാനേ? വെണ്ണ തരൂല വിധാനേ. കൂട്ടുണ്ടോ? ഇല്ല, നല്ല രസമുണ്ട്, സുഖമുണ്ട്. ചിന്ത പറ്റിട്ടൊക്കെ ഇതെന്താ നിന്നോട്? ഇതിനെ ഈ കുട്ടികളെ ആട്ടിക്കൊണ്ടിരി. ഇനി എവിടുന്നാ പിടിച്ചോണ്ടിരിക്കാളെ? ആ ഫ്രിഡ്ജിൽ നിന്ന് പേക്ക് പാലിനൊക്കെ പറഞ്ഞ തളക്കണ്ടത് കട്ടാക്കാൻ വെച്ചിക്ക. പിന്നെ തരിക്കില്ല പാലിന്റെ അവസ്ഥ എന്താണോ? അത് കട്ടൊന്നും ആയിട്ടില്ല. അത് ബീഫൊക്കെ ഉള്ളതാ.
കൊടുക്കടി അമ്മ ഉണ്ടാക്കട്ടെ. എന്താണ് അമ്മ നിങ്ങൾ അവിടെ ഒന്ന് ഇരുന്നാ എന്നിട്ടോ നീച്ചാണി ഇങ്ങനെ കൊണ്ടൊക്കെ നാക്കണേ അമ്മക്ക് മതി പാലിയത്തിലെല്ലാം എടുക്കണേ. ഇരുന്നോട്ടോ നീ അവിടെ കാരക്ക പാത്രം മേബേ എവിടെ മണങ്ങള് വരുന്നുണ്ട്. നല്ല പണം. അപ്പൊ മണം വന്നു കഴിഞ്ഞാൽ എന്താ കാട്ടിയ മണക്കന്മാരി കണ്ടു കഴിഞ്ഞാ ഒരു വീഡിയോ പോണ്ടാ അവിടെ സമൂസ ഉണ്ടാവുന്നു കാരക്കപ്പൊരിന്റെ നോക്കിയാ എന്താ കാരക്കൊക്കെ പുറത്താണ്. സാധാരണ സമയല്ല പൊരിച്ചിക്കണത്. ഒക്കെ കരിഞ്ഞാണ് കാരക്ക. സമൂസ പാത്രം ഇങ്ങോട്ട് ഒരു സമൂസ അല്ലടാ, ഒക്കെ കണക്കാ. അല്ല സമൂസ പാത്രം ഒന്നും പറഞ്ഞിട്ടില്ലേ. അപ്പൊ അംഗീകരിച്ചു പറഞ്ഞ എന്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. ഒരടുപ്പിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പുറത്തൊരു അടുപ്പ് ഉണ്ടാക്കിയാ എന്തിനി പറഞ്ഞ ഇതേക്കണ ഓരോ കാരക്കാളും വണ്ട് മാതി പുറത്തേക്കണ്. പുറത്ത് കിടക്കുന്നത് എന്താ സംഭവം? കണ്ണിന് ഷെഫായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒഫീഷ്യലി. എന്തേ ആ സാധനം ഒരുത്തന് അടുപ്പിന്റെ അടിയിൽ ഫോണ് പച്ച സമൂസ എടുത്താണ് ഞങ്ങൾ തിന്നാൻ നോക്കണേ. പച്ച സമൂസ അല്ല നിങ്ങളെങ്ങട്ടാ പോയിനെ? ഞാൻ പല്ല് ടൈറ്റ് ആക്കാനി. ഇപ്പൊ പോയി വന്നടക്കരാ? പെട്ടെന്നായി എല്ലാം പെട്ടെന്ന്. നോമ്പായി കൊണ്ട് തിരക്കില്ലേ. മറ്റേത് എത്ര നേരം നിക്കണോ നോമ്പായോണ്ടൊന്നല്ല. ഇത് പല്ല് ഡോക്ടറിന്റെ ദിവസമല്ല. ഞങ്ങള് വെറുതെ വന്നതാ. പൂജയുള്ള നോമ്പായ കൊണ്ടാണ് വന്നത്. സാധനോ അല്ലേ നോമ്പിന് കസ്റ്റമേഴ്സ് കുറവാണല്ലോ. പോയതല്ലോ നോമ്പും നോമ്പ് കുറിയണ ചോര വന്നു കഴിഞ്ഞാൽ നോമ്പ് കുറിയും. അത് ഫുള്ള് ഉണ്ടാക്കുന്ന മാവ് കുറവ്. കാരക്കഞ്ഞുണ്ടേ തീയോ പറ. ആര് ആരണ്ടാളും ഇതൊട്ടിയേ പേര് രണ്ടാളാ. അത് ചുമ്പാ ഇതുവാ എവിടെ നിങ്ങൾ രണ്ടാൾ തിന്നോളി. അതുവാ എന്നാ അതിനും കൊടുക്കുമ്പോ എന്നാ കയ്യിലുണ്ട് ചൂടാ. അതിനും കൊടുക്കൂട്ടോ. ചായ എന്നാ ചായ ഇതോ എന്തിന് എടത് പിതാന് കൊണ്ടേ കൊടുക്കും ചായ. പറ്റുമോ? അത് കൊള്ളൂലേ കജ്ജി ചൂടൊന്നുമില്ല. ഇതിന് മറ്റേ ക്ലാസ് ഇതാം എവിടെ എന്നാ ഇതിനെ ചായ എന്നാ ചായ ചായ ദാ, ഇവിടെ വാ. എന്ത് എന്ത് ഓക്ക് നല്ലോ കിട്ടും എന്റെ അടുത്തുനിന്ന്. തീ ഓവറാണ് അതാണ്. പിന്നെന്തൊക്കെയാണ് വർത്താനം? നല്ല വർത്താനം. പായസക്കായോ? പായസക്ക് പാല് പാരണം. പായസലൂടെ തരിയാണ്. ഇങ്ങനെ നമ്മൾ തുറക്കാനായിട്ട് വന്നാ നമ്മളൊരു പണി എടുക്കാനായിക്കണില്ല. അന്ന് ഞാൻ എടുക്കണോ? എത്ര ആളൊരു അടുപ്പത്ത് നോക്കിക്കോ. ഒരു സമൂസ ചൂടാണ്. അപ്പൊ എത്ര ആൾക്കാര് മറ്റേ സൈസ് കോരിയില്ലടി ഉണ്ടല്ലോ അവിടെ. ഇതാണ് ഒരു ഇത് കിട്ടുന്നു. മറ്റേ എളുപ്പം കിട്ടും. കൊറേ കരിമുഖ വേഗണ്ട തോല ഇതിന് പോകുന്നുണ്ടെന്നോ ഉമ്മാനെ പോണേ അവിടെ കസാജ് വെച്ച്. അല്ല ഇതാരീ കുടുക്ക ഇവിടെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങളോ ആരെയും ഇതില് തട്ടി കൊടുക്കാന് നല്ലൊരു പേര് ഐതന് ഐതന്
നോക്കടി കർമോസ്ക പഴുത്തിക്കണേ അത് ഞമ്മളതല്ല ആരാന്റെ അതിന്റെ ഇടയില് എന്താ ഇവിടെ 500 മതിട്ട പാല് ഇതോ 500 മതി. ഇവിടെ പാലും പാക്കറ്റ് ഉണ്ട് 500 മതി. 500 രൂപയ്ക്ക് പാല് വാങ്ങി. ന്നാ. അല്ലാ ഇതിന് ചായ ഞാൻ അത്ര മുറിച്ചു ഞാൻ കൊടുന്നേരാ. എന്ത് നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കും പണി? ഒരു പണിയില്ല. 500 മതിട്ടോ. എപ്പഴാ ആരൊക്കെ വരുന്നേ? ആരൊക്കെ ഉണ്ട് തുറക്കാൻ? നമ്മൾ തന്നെ ഉള്ളൂ വേറെ ആരുമില്ല. ശരിയാക്കും. അറിയാക്കില്ലേ? ആ വേറെ ആരുമില്ലല്ലോ? പിന്നെ അമ്മമാർക്കൊക്കെ കണ്ട് കൊണ്ടുപോയി കൊടുക്കാണ്. ഏതുമാരി? എന്റെ അവിടുത്തെ അമ്മാക്കും പൂമളമ്മാക്കും. കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ നമ്മളെവിടെ ഇരിക്കുക? നമ്മളിവിടെ ഇരിക്കും ടേബിൾമേ. 2 ടേബിൾ വലിച്ചേണ്ടി വരും. അങ്ങനെ രണ്ട് ടേബിള് എവിടെ? ഒരു മറ്റൊരു ചെറിയ ടേബിളേ ടേബിള്. ടേബിള് അറിയാൻ മറ്റേ ഫൈബറിന്റെ. കട്ലറ്റ് ഒക്കെ ഇവിടെ വരി വരി നിക്കണം. എന്തെന്നെ പൊരിച്ചാത്ത ചോദിച്ചു നോക്കുന്നുണ്ട്. കട്ലൈറ്റിന്റെ പൊരിന്റെ ആളിവിടെ മാറിയിരിക്കണം, പൊരിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഈ ട്രിപ്പ് ഇത്രയും നമ്മള് പൊരിച്ചെടുത്ത് ഇനി ഇത് ഈ 2.5 പ്ലേറ്റോളം പൊരിച്ചാണ്ട് അത് പൊട്ടിച്ചു. പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഉണ്ടോ? ഓന് പഠിച്ചോണ്ട് ഓൽക്കിപ്പോ റെസ്റ്റോറന്റ് ഒക്കെ ഇല്ലല്ലേ, അവിടെ പോയി ഷെഫാവണ്ടേ അല്ലേ? അത് ഷെഫ് ചെയ്യാൻ പോലെ തന്നെ ആയിരുന്നില്ലേ? ഇതൊക്കെ ഒന്ന് കേട്ടാ മതിയോ? റസ്കുതും ഇതൊക്കെയല്ലേ? ഓ ഒന്നേ പഠിച്ചു ആവശ്യം വരും. അങ്ങനെ ഞാൻ എന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതെ. ആരെങ്കിലും ഒരാൾ പഠിച്ചാ പോരെ? മണിക്കോളാണ്. ഓള് പണിക്കോണെന്നാണ് അപ്പൊ ശരിക്കും പഠിച്ചോ, അപ്പൊ ഉപകാരപ്പെടും. ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഓന്റെ പെണ്ണുങ്ങള് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പൊ എനിക്ക് എന്തേലും പറ്റി എങ്ങോട്ടും പോണ്ട ഏതായാലും പണിക്കോണൊരു പണിക്കോട്ടെ. നമ്മളവിടെ നിന്നാണ്ട് പേരിൽ എന്തെങ്കിലും ഉണ്ട് സഹായിച്ചു കൊടുക്കുക. അതാകുമ്പോ നമ്മക്ക് റിസ്ക് കുറവാ. അവിടെ ഗെയിമും കളിച്ചു തരുന്നത്. നല്ലത് ഓളുമ്പാടെ വിചാരിച്ചണം. അതെ, കേക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഏതായാലും ഞങ്ങളിത് പൊരിച്ചെടുക്കട്ടെ. ടൈം ആയില്ലടാ. അതില് 12 മണിയാണ്. അപ്പൊ കൊറേ ടൈം ഉണ്ട് നമുക്ക്. ഏകദേശം ടൈം അറിയുന്നത് 5:15. ഇനി വെള്ളം പാടല്ലേ ഉള്ളൂ ഉമ്മ? വെള്ളം വേണം. പച്ചക്കള മൊഹബത്ത് സർബത്ത് അടിക്കാം. അറിഞ്ഞത് പൊരിക്കട്ടെ. വെള്ളമൊക്കെ കലക്കി വലിയൊരു കുടിക്കും കുറച്ച് വെള്ളം ഇതുണ്ടാവടി. മധുരം ഭാഗല്ലേ? മധുരൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നാ മധുരം ഇതുവാ. ഇത് മതി. നല്ല തണുപ്പുണ്ടല്ലോ വെള്ളം. ഇത് പുറത്തേക്കാണഞ്ഞ് നല്ല വെള്ളം അല്ല, നല്ല തണുപ്പുണ്ട്. ഇപ്പൊ വെള്ളം അങ്ങനെ കലക്കി. ഞാൻ നാരങ്ങളെ കലക്കണ്ടടി. ബിരിയാണി ദമ്മൊട്ടിച്ചോ? അതെപ്പോഴാ വീട്ടിലേക്ക് എത്തിച്ചണ്ടേ? 6 മണി ചോറ് വേവൊക്കെ പാകാം. ഇനി ഫ്രൂട്ട്സ് അറിയല്ലേ? ഇതല്ല ആ മത്തിരട്ട വേവൊക്കെ മോന് വെള്ളം ശരിയാക്കയോടെ അമ്മ മരത്തിന്റെ. ആ ഫ്രിഡ്ജിന്റെ പട്ടിയില് ലാസ്റ്റ് അടിയില് ഇപ്പൊ നമ്മളെ ബിരിയാണി ഒക്കെ റെഡി ആയി. അവിടുത്തെ അമ്മാക്കും പൂമോളെ അവിടുത്തെ അമ്മാക്കും ഒക്കെ ഇത് എത്തിച്ചണം. ബാങ്ക് കൊടുക്കുമ്പോത്തിന് അവർക്ക് എത്തിച്ചണം. അതിന്റെ പാത്രങ്ങളൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കി കൊടുത്തേക്കട്ടെ. ഞങ്ങള് ഫസൽ ഫാമിലി ഇവിടെ നോമ്പെടുത്താണ്. പക്ഷെ ഈ വീഡിയോ ഒന്നും ഓല് എടുക്കണില്ല. വന്നപ്പോ തൊട്ട് ഞാൻ പറയുന്നുണ്ട് ഇടുക്കണുണ്ടടി പൊട്ടത്തിയെ കുറച്ച് കഴിച്ചട്ടെ. എന്റെ കെട്ടിയനൊക്കെ പറ്റേ. അപ്പൊ ഞങ്ങള് ഫ്രൂട്ട്സ് അറിയാൻ തുടങ്ങി. കൊയങ്ങിക്കണ് കാല് കച്ചും കാലും എപ്പോഴാ കൊയിഞ്ഞാട് അപ്പന്നെ കൊണ്ടേക്കൊണ്ടിട്ട് കാല് വേനടി നിന്ന് കൊയങ്ങിക്കണ്. അപ്പൊ നിക്കണെങ്കിൽ കാല് കടിച്ചില്ല. ചെരുപ്പിടായിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും മടമ്പിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെരുപ്പിട്ട് നടന്നോടത് കൂടെ ഇവിടെ ചെരുപ്പിടാതെ നടക്കണേ.
ഞാൻ ഓളെ ചെറുപ്പം ഫ്രൂട്ട്സ് അരിയണ ഒരു രീതി ഉണ്ട് ഷംന. ഓന് വന്നവ തൊട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മായി മാളെ മാതിരി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചോട്ടി കൊയിച്ചു ആപ്പിള് നമ്മൾ ഇത്ര സാഹചര്യങ്ങളിലേ ചെറുതാക്കി അരിയണല്ലേ? അത്ര കട്ടി അറിയാൻ കുറച്ചോ ഇത്രയും കട്ടിയിലേ നമ്മള് കൊടുക്കാൻ പാടുള്ളൂ. തിന്നൊന്നുമില്ല എന്നാലും Guys, ഇത്ര കട്ടിയിലാണ് നമ്മൾ കുറെ ആൾക്കാരുണ്ടാകുമ്പോ കൊടുക്കേണ്ടത്. അതാവുമ്പോ എല്ലാവർക്കും തികയില്ലേ? തികയും. മോഡനൊക്കെ എന്താ അറിയോ ഒക്കെ ഓനെ വേണ്ടിട്ട് വരും. എനിക്കൊന്നും ഞാൻ ഒന്നും തിന്നില്ല. ഓന് പല്ലിന് ടൈറ്റാക്കി വന്നോണ്ടൊന്നും തിന്നൂല. അവിടെ ഗൈസ് അമ്മായിയും താത്തി എന്തോ ചർച്ചയാണ്. ബിരിയാണിയിൽ എന്തോ കൂടിയിക്കണേ. എന്താ പറയാ? കണ്ടിട്ട് രസമുണ്ടോ നോക്ക? അങ്ങനെ പെണ്ണുങ്ങൾക്ക് പ്രത്യേക കൈ കൊണ്ടിട്ടോ കണ്ടാ രസല്ലേ? കാണുമ്പോ നല്ല രസാണ്. തിന്നുമ്പോ പിന്നെ ആണുങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ അറിയില്ല. ആ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ? അങ്ങനെ ഇതുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയില്ല സാധനം എരുണ്ടെങ്കിലാണ് പിന്നെ നിങ്ങൾക്ക് എരിഞ്ഞാണ്ട് അറിയാം. ഇപ്പൊ ചിലപ്പോ മല്ലിപ്പൊടി കൂടിയെങ്കിലും മഞ്ഞപ്പൊടി കൂടിയെന്നില്ല. അപ്പൊ കൂടിയേക്കണ അറിയും. അല്ലേ നമുക്ക് കഴിച്ച് എന്തിട്ടാലും മതി. തിന്നാ മതി. അപ്പൊ അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഞങ്ങൾ ഇനി നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാരും വന്നോണ്ട് നിക്കാണ്. എവിടെ ആര്? നമ്മളെന്നെ ഉള്ളൂ. ഞാൻ ആര് വരാനി? മാപ്പിളികളെ മാപ്പിളി ഓലെ എവിടെ വരും? ഇത് വന്ന പ്രദേശയില് മോന്റെ വീഡിയോ ഓണാക്കാക്കണം അങ്ങനൊക്കെ. അല്ല ഒരു വരും. വരൂലേ? ഞാൻ വരില്ലാത്ത? ഞാൻ പറയും എന്ത് ചിങ്ങനെ ഇതൊന്നും ഓണല്ല. ഓണാണ്. ആണ്. ഇത് പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ആണ് താത്ത. നോക്കി എന്തോ സംഭവം ഉണ്ട്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആ ടൈമറാണ് അതിന് പിരാന്താണ്. ഇങ്ങനെ എടുക്കണോ? അറിയോ? എങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഞങ്ങൾ എടുക്കില്ലേ? ഇത് അവിടെ ഒരാള് വന്നു. ആര് റോഡ് ആണോ? കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അവളൊക്കെ പറയും. ഇത് പറയും ഈ പാത്രമാണ് ഒക്കെ ഒരു പാത്രം. ഒന്നിലൊന്നല്ല രണ്ടെണ്ണത്തിലാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. നീ നമ്മള് മുസ്ലിം ഇതിലും മതി. രണ്ടെണ്ണത്തില് വേണ്ട. ഒരു ടേബിളിന്റെ രണ്ടറ്റത്ത് അമ്മ കൈസ് ഒന്ന് ഉറങ്ങി വരുന്നുണ്ട്. ഉറങ്ങിയാലില്ല നീ കാട് വിട്ടു കാണാം. ഉറങ്ങിയല്ലേ അങ്ങനെ അവിടെ തട്ടുണ്ടേ. ഏതട്ട്? ഇങ്ങനത്തെ രണ്ട് പാത്രം. ആ അത് വീഴ്ത്തുണ്ടോ? ഒക്കെ ഒപ്പം ഉറങ്ങി ചേരാണ്. ഒന്നിനും ഒന്നും അറിയില്ല. പോഴ്ത്തുവാ കിട്ടിയില്ലേ? പോയിക്കോ. പെറ്റെടുക്കല്ലോ നീ. നീച്ചിട്ടില്ലേ? കടക്കന്നെ പറ്റിച്ച് പോവാനായിക്കണേ. ഇല്ല അത് ഇതുമാക്ക പാത്രത്തിൽ വീണത്. തലി വെക്കാനുള്ള പോണോ? ഓന്റെ തലി വെക്കാനുള്ള പോണേ. അല്ല ഞാൻ എന്റെ അടുത്തേക്ക് വന്നതാ. ഇതിപ്പോ കാര്യമായിട്ട് ഇതിന്റെ ഫോൺ തല്ലി പൊട്ടിച്ചാനാണ്. അതിന്റെ പണിപ്പളകീനി. ഇല്ല എന്ത് സംഭവം? എന്റെ ഫോണില് ചാടി ഓൻ ചാടിച്ചു. വേറെ വേറെ പാത്രത്തിലൊക്കെ ക്യാമറമാനായിരുന്നു. ഇത്രയ്ക്കും വേണ്ടിയില്ല. ചെടിച്ച് വെക്ക്. ഓന്റെ എനിക്ക് ഡെക്കറേഷൻ ചെയ്യണോ? ഇമ്മ പൊട്ടിയേക്കോ ഇത് ഡെക്കറേഷൻ ചെയ്യാൻ ഷംന? ഇത് ഡെക്കറേഷൻ കണ്ടോ? നോമ്പുറയ്ക്കൊക്കെ ഞങ്ങള് പിന്നെ വിളിച്ചു ആണോ? ഇങ്ങനെ നോക്കോ. പിന്നെ ഇത് നമ്മള് കണ്ടിട്ടും കാണാക്കരുത് കേട്ടോ. ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് പറയണ ഡേറ്റ് ഇതാക്കാതെ നീ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ മയിലിന്റെ ഏകദേശം രൂപത്തൊക്കെ എത്തിയിട്ടില്ലെങ്കിൽ ഒരു കുയിലേലാക്കി തരും ഞങ്ങള്. ഓറഞ്ച് അല്ല ആപ്പിൾ അങ്ങോട്ടാണെങ്കിൽ മുസമ്പി ഇങ്ങോട്ട്. ഓരോ രണ്ടാളും മാപ്പിളയും പെണ്ണുങ്ങളാണ്. തെറ്റിക്കണുണ്ട് എവിടെ ഓളില്ലപ്പോ നിൽക്കാണ്. പാത്രം എടുക്കണേ. പഠിച്ചോനെ കൊണ്ടുപോയി കൊടുക്കണ എപ്പോഴാണ്? ആരെ കൊണ്ടുപോയി കൊടുക്കണേ? അവനാന മക്കൾ കൊണ്ടുപോയി കൊടുക്കും. അതായത് നമ്മള് മാത്രേ ഉള്ളൂ അല്ലേ അമ്മമ്മ ഇവിടെ? പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. പുറത്തുനിന്ന് ആര് വിളിച്ചാ? നമുക്ക് ആരുള്ളത് ഇനി? പുറത്തുനിന്ന് വിളിച്ചാൽ ആൾക്കാരില്ലേ? അത് മാത്രം ഇത് വെച്ചിട്ടാ ഇതാണ് ജോന ഡെക്കറേഷന്. ആ സെറ്റ് അടിപൊളി അടിപൊളി സെറ്റായി. സാധനം അത്ര ഉള്ളൂടാ. 2-3 പാത്രം പത്തൊക്കെ ഞങ്ങൾ എങ്ങനെ വെക്കുക? ത്രികോണം അങ്ങനെ എടി വത്തക്ക അങ്ങനെയല്ല അരിയല്. വത്തക്ക താത്ത അങ്ങനെ അരിയല്ലേ? ഒരാക്കാം. ഞാൻ കാണിച്ചു തരാം.
ശരിക്കും പിടിച്ചോട്ടോ ഫോണ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ല. ഇവിടുന്ന് അരിഞ്ഞ പ്രശ്നമുണ്ടോ? ഏയ് ഒരു അരിയണ പാത്രം തരും, അരിയണ ചട്ടി എടി അരിയണ ടേബിള്. ടേബിളോ? ടേബിൾ ഇവിടെ ഇത് മതി. ആ പ്ലേറ്റ് അരിയാന് പ്ലേറ്റ് അല്ലാണ്ടിയേ ഇത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടില്ല ഇങ്ങനെ അരിയണേ? ഇല്ല. ബിരിയാണിയിലെ വെക്കും. എന്നിട്ട് കണ്ട ഞാൻ കണ്ടോ? ആ തോട് മാത്രം ചെത്തുക, പക്ഷെ ആ തോട് മാത്രം ആവൂലേ? ആ തോട് മാത്രല്ല, അതേതാ മോഡല് ഇതറിയില്ലേ? നടുന്നൊക്കെ ഓരോ പീസ് ഇങ്ങനെ എടുക്കുക. ഐസ്ക്രീം അതിരി അല്ലേ? അതുമല്ല. അല്ല വീഡിയോയില് വീഡിയോ കാണുന്നില്ലല്ലോ. വത്ത കുടിച്ചണല്ലോ. ഭത്തൊക്കെ കുടിച്ചതല്ല. ഈ വത്തക്ക് ചെറിയൊരു ബെൻഡ് ഉണ്ട്. വത്തക്കനെ കുറ്റം പറഞ്ഞോ? അല്ലെ കാണിച്ചു തരാം. സാധാരണ ഇങ്ങനെയല്ല ഈ വത്തക്ക. ഇങ്ങനെ നല്ലത് മുറിച്ച ഈ ആപ്പിളൊന്നും മുറിച്ചത് എന്തൊരു ആപ്പിൾ മുറിച്ചലാണ്. പൊറങ്ങീച്ച് വരികയല്ലേ, കണ്ണൊക്കെ ചിമ്മി നോക്കി കറക്റ്റക്കാരെ ഒക്കെ പിച്ചിട്ട് നീച്ചെന്നിട്ട് ശരിയില്ല. ഈ പൈനാപ്പിൾ നിങ്ങൾ ഇവിടുന്ന് വാങ്ങി? പൈനാപ്പിൾ അല്ലത് വത്തക്കയാണ്. ആദ്യം പേര് പഠിച്ചു പൈനാപ്പിള് പൈനാപ്പിൾ ഞാൻ വെത്താവേ. ഇത് ഈ പാത്രത്തിൽ ആക്കണ്ടേ, ഇതിലാക്കണ്ടേ? രണ്ട് പാത്രം ആക്കിയിട്ട് യൂട്യൂബിൽ പൈനാപ്പിൾ കട്ടിങ് നടി. പൈനാപ്പിൾ അല്ല വത്തക്ക. വാട്ടർമെലൻ. വാട്ടർമെലൻ എന്നും പറയും. വാട്ടർമെലൻ കട്ടിങ്. അറബിയിൽ എന്താ പറയാ? തണ്ണീർമത്തൻ. വത്തക്ക് ഇതിൽ എന്താ പറയാ? തോ വെച്ചിട്ടാണ് തോരന്ന്. ആപ്പിള് ആപ്പിള് ആ അപ്പൊ വത്തക്കോ അതിന്റെ തോ വെച്ചിട്ട് എന്താണ്? വെള്ളത്തിന് എന്താ മാഹോൽ. അല്ലല്ല, വെള്ളത്തിന് എന്താ പറയാ? അതിന്റെ ആന്നല്ല. അതുപോലെ കട്ടിങ് ഏകദേശം പൂർണ്ണമായിരിക്കും. ആകെ കോളാക്കി നശിപ്പിച്ച് കൈ ഇല്ല. ഇതൊന്നും തിന്നോക്ക്. തിന്നോക്കി എന്റെ ടേസ്റ്റ് ഒന്നല്ല, വത്തക്കന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തിന്നാ അറിയോ? സിമ്പിൾ. തിന്നാൻ പഠിപ്പിച്ചണ്ട കൊരങ്ങേ. കട്ടിങ് എല്ലാ കട്ടിങ് അത് ഇജ്ജ് മാത്രം ഇത് കണ്ടോ ഈ ഓറഞ്ചൊക്കെ മുറിച്ച കോലെ ഇതൊക്കെ മനുഷ്യന്മാരെ സഭയിൽ ഒന്നിനും പേരറിയില്ല. തൊള്ളൊക്കെ കണ്ട് കേട്ട സെറ്റ. ഇതിനുമാണോ ഞാൻ മതിയോ? ബിരിയാണി തൈര് തൈര് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി ഒരു പാത്രം കിട്ടിയ. അങ്ങനെ നമ്മളെ ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ഗ്ലാസ് കൊളായി. കാരണം ഫ്രൂട്ട്സിന് അത് എണ്ണ കടിക്കും. എന്ത് അത് നിങ്ങളെ മകന് ഈ വത്തക്കാണേ പൈനാപ്പിള് അറിയണേ. എന്നിട്ട് പൈനാപ്പിൾ ഇല്ലാണോ? കുറ്റുണ്ടാവൂല, മകനല്ലേ. അല്ല അമ്മായി കൊളാക്കിട്ട് പോയിട്ട് കാക്ക വിരകച്ച് അതി വിരകച്ചിരിക്കണ ഒരു ആപ്പിളേ ചെല്ലോന്റെ ആക്കണ്ടേ. ഞാൻ ഓന്റെ തൊള്ളായിട്ടപ്പോ സത്യക്കാരൻ വിചാരിച്ചു. അല്ല ആപ്പിള് സാധനം വാങ്ങിക്കണേ. കയ്യിൽ കുത്തിനില്ലേ? ഓക്കെ. അപ്പൊ ഈ ആപ്പിൾ ചെത്താനല്ലേ ഇത്? ഇത് ചെത്തണ്ടേ? അല്ലമ്മ ഇങ്ങനത്തെ അത്തോ തട്ടുണ്ട് ഇത് രണ്ടും ഇല്ല. ഡെക്കറേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് മക്കളീത്തെ പരിപാടി ഏകദേശം ഒക്കെ കഴിഞ്ഞില്ല. പരിപാടി എണ്ണക്കടി ഒക്കെ ഫുള്ളായിട്ടോ. എണ്ണക്കടി ഫുള്ളായി. എന്താ പറയാ, ഇമ്മ ഇടുന്നുണ്ട് കേട്ടോ. മറ്റേ ഞാൻ ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ടാണ് കാർക്കൂരി കള്ളയിട്ട് മറ്റേ നാരങ്ങളായി. ഇത് സമൂസ ഉണ്ട്. ഇനി എന്ത് പരിപാടി വെച്ചാല് ഇതില് വത്തകളും കളിക്കാണ്ട് കോയങ്ങളൊക്കെ. കാരണം 5:45 ഇല്ല ഞാനില്ല. അങ്ങനെ നമ്മൾ ഇഞ്ഞത് വത്തക്കളം കളിക്കട്ടെ. പാലും കൂട്ടിയിട്ട് അത് ഇതാക്കട്ടെ. ഞാൻ കൊറേ നേരത്തെ അധ്വാനത്തിന് ശേഷം എണ്ണക്കടിയും കാര്യമൊക്കെ സെറ്റ് ആക്കിക്കണം. ഇവിടെ നാരങ്ങളും ഇത് വത്തക്കളം ഒക്കെ ആക്കിക്കണം കേട്ടോ. അടിപൊളിയായില്ലേ? ഒക്കെ അടിപൊളിയായി. ഇത് എന്റെ കുട്ടി കൊണ്ടുവച്ചാണോ? ഒരു മൊന്ത കുടുക്ക പാത്രം എന്റെ കുട്ടി ദിയാന് സ്ട്രോയും തുറന്നിട്ട് കുടിച്ച പാവാണ്. ഇപ്പൊ നമുക്ക് പലതും തോന്നി. പലതും തോന്നും.
അവന്റെ ചെറിയ വെള്ളക്കം കുടിച്ചു അപ്പൊ നമ്മള് സെറ്റപ്പും കാര്യൊക്കെ ആക്കി വെച്ചങ്ങനെ തറവാട്ടാറ് ലൈറ്റ് കൊണ്ടുവന്നോണ്ട് നമ്മളെ അവിടുത്തെ ഒരു വെളിച്ചം നോക്കാം. അങ്ങനത്തെ ഒരു ബൾബ് വാങ്ങിയാ മതി. ഈ ബൾബിന് എത്ര അനു? വാങ്ങിയ പുതിയ സോഫയാണ്. കാട്ടി കൊടുക്കണ ഇതല്ല, ഇത് കുട്ടികള് ചളിയാക്കണോണ്ട് നല്ല രസമുണ്ടേ. ആ ഇങ്ങനെ കളറല്ലേ ചളിയാക്കാൻ വേണ്ടിട്ട് മൂടി വെച്ചാണ്. 1 2 3 അല്ലേ? ഈ ബൾബിന് എത്ര? അതിനെത്ര 500 രൂപ. എന്നാ പിന്നെ അങ്ങടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കാനാണ് ഇപ്പാൻ അവിടെ ഇഷ്ടം പോലെ എല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് കൊണ്ടാക്കാം. അധികം ആളില്ലാത്തോണ്ട് കളിയൊക്കെ വരും. ഓടിക്കോ കാലില്ലേ ഏലേ ഞങ്ങളോ ടൈം ആവാനായില്ലടാ. വൃത്തക്കുമ്പത്തിനാവും ഫുള്ള് മണ്ടിപ്പാച്ചില്. അല്ല ഇതില് വെള്ളം കഴിഞ്ഞിരുന്നു. അത് ഞമ്മക്ക് കൊണ്ടുവരാം. ഇത് കുടിച്ചാ അങ്ങനെ തികയില്ല ഗ്ലാസ്. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അതിൽ തൽക്കാൻ കുടിച്ചാൽ ഈ ക്ലാസ് അവിടെ കുറച്ചുണ്ടായി. ആണെന്നുണ്ടെങ്കിൽ ഇതും കൊണ്ടേക്കാം. വള്ളാണ് വാങ്ങി എന്നൊരു മാണെങ്കിലോ പാലത്തിയൊക്കെ ഉസാറാക്കി. ഏലക്കായ അല്ലത് ഇതൊക്കെ കുരുവാണ്. നിങ്ങളെന്താണ് പറഞ്ഞത്? ഇങ്ങോട്ട് വരി. അവിടുത്തെ പണി എടുത്താണ്ട് വരികയാണ്. ഞാൻ അവിടെ ഇരുന്നോടെ കുറച്ചേരം. ആളും എത്ര ആളുണ്ട് നോക്കി. ഓരോ കസർക്ക് ഓരോ വത്തക്ക വെള്ളം ഓരോ ലൈമിന്റെ ഗ്ലാസും വെക്കി. ഒരു ലൈമും ഒരു വത്തക്കയും. ഗ്ലാസ് ഉണ്ടോ മാഞ്ഞ്? കൊണ്ടേക്കൂളി അങ്ങോട്ടൊക്കെ ഇത് മതിയായി ആണ് കൊണ്ടുപോകാനല്ലേ? ദൂരെ എടുത്തടാ ഈ ഗ്ലാസ്. തരുന്നുണ്ടേ അതെവിടെ ഇരുന്നാ മതി. ഇങ്ങനെ വെക്കുവോ? സാറില്ല, കുഴപ്പമില്ല. ഇത് ഐക്കേലും ഇട്ടാ മതി. എന്താ ഇത് ആര്യാക്കാണ്? അതാണ് കൊണ്ടോയത്. ആരെ പാരിന്റെ ബക്കറ്റിന്ന് എടുത്തോണ്ടോയത്? അമ്മായിയോ? അരി ബക്കറ്റിന്ന് ആള് 22 ഗൈസ്. ആള് 22 മുമ്പൊക്കെ സാധാരണ ഗൈസ്. എന്റെ കുട്ടി അയച്ചതാ. പാവണ്ടിട്ടോ നേന്ത്രപ്പായോ ഒരു കാരക്ക വേറൊന്നും കിട്ടൂല. ഇതുണ്ടാവും. ഇഞ്ഞത് കഴിഞ്ഞ ഷാനക്ക് മുമ്പൊക്കെ വേറൊന്നും കിട്ടൂല. ഒരു പഴവും അത് കഴിഞ്ഞൊന്നും കിട്ടൂല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറുണ്ടാവും. അതാണ് ഹോസ്റ്റലില് പഠിച്ചോലൊക്കെ അവസ്ഥ. ഇറങ്ങിയാറായിട്ടുണ്ടാവും മോൻ അയച്ചു കൊടുക്കല്ലോ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് കൂടാ. നല്ലോണം എനിക്കൊന്നും ഇല്ല തിന്നാറുണ്ട് കാര്യം. പക്ഷെ ഒന്നും പോർക്കണ്ടി കയറി. വെയിറ്റ് ചെയ്യും. മക്കള് ഷിഫിന്റെ കുട്ടികളെ നോമ്പ് നിങ്ങളെ വലിയ മകന്റെ ഒപ്പം പോയിക്കണ്. എന്താകുമോ
അതിനെയും കൊണ്ടായി കാണും വേണം അത് ചെറിയ പൊന്നപ്പം പോയിക്കണം അവ രക്ഷപ്പെട്ടു അങ്ങനെ ബാങ്ക് കൊടുക്കാനായി ബാങ്ക് കൊടുക്കാൻ വെയിറ്റിംഗ് ആണ് കണ്ടു പറയ് ബാങ്ക് കൊടുക്കാനായി വെയിറ്റിംഗ് ആണ് അറിയാം എല്ലാരും എല്ലാരും ആകാംക്ഷയില്ല വെയിറ്റിംഗിലാണ് ഗൈസ് ഒന്നാമതൊരു ബാങ്ക് കൊടുക്കാൻ കേൾക്കൂല ആയോ ആയിട്ടില്ലേ അപ്പൊ guys, അങ്ങനെ ഇരിക്കാണ് ആ അതാണല്ലേ പുതിയ സോഫ ഗൈസ് അതാണ് പുതിയ സോഫ എന്താ എനിക്ക് പറയാനുള്ളത് എന്ത് ആ അതാണ് എനിക്ക് പറയാനുള്ളത് അത് മറ്റേ ആ ഗൈസ് ഇത് ഞാൻ വെട്ടി കൊടുത്ത മുടിയാണ് താത്ത താത്ത ചെറുക്കന്റെ മുടി വെട്ടിയാണ്ടോ അതിന് മുടിക്കാണെങ്കിൽ അതിനെ കൊണ്ടുപോയി അങ്ങനെ ഉണ്ടോ ചെറിയ ഞാൻ 2 ദിവസം മുമ്പാണ് അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ കാര്യം അല്ലേ പെരുന്നാളിന്റെ തലേന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ രാത്രിയല്ലേ അന്ന് കുറിച്ചല്ല അതന്നെ അലഞ്ഞപ്പോ അങ്ങനെ ആശ്വസിച്ചേ അങ്ങനെ ഉണ്ടോന്നുണ്ടെങ്കിൽ കമന്റ് അല്ലാതെ വെട്ടാനൊക്കെ ഒരു പോയി അല്ല ഞാൻ ഫോണ് അവിടെ ഇതാക്കാനി അപ്ലോഡ് ചെയ്യാൻ ബാങ്ക് ടൈം കൂട്ടിയിരിക്കണേ ആർക്ക് ബിനിക്കോ അങ്ങനെ മതി മതി ആണോ കൊടുക്കാനായോ സീരിയസ് ആയി ടൈം ടൈം എത്രയായി എല്ലാരും കൈ നിശബ്ദതയിലാണ് അമ്മ ഇരിക്കണില്ലേ നീ അവിടെ തമ്മിക്കോ ആ വെള്ളം തട്ടുന്നടാ ചെങ്ങ നമ്മു സെക്കൻഡ് എല്ലാം എല്ലാം കാണും എല്ലാം അടുത്ത കോപ്പി ഇതിലുണ്ടെങ്കിൽ ശമന മാറ്റിക്കൊണ്ടിട്ടോ എന്താലേ കുട്ടികളൊക്കെ ഒരു പവറേ അനി ആ ജനക്ക് കൂടെ തലട്ടോക്ക ജനലൊക്കെ തുറന്നിട്ടില്ലേ ഇവിടെ നോക്കണോക്ക എന്താ ഇപ്പൊ മേശപ്പുറത്ത് കാണാത്ത കുറെ സാധനങ്ങളൊക്കെ സമൂസ കുടിച്ചാനായിട്ടില്ലല്ലേ എന്റെ കുട്ടി ഉണ്ടാവുമ്പോ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കണ്ട് റോസ്റ്റും കൊടുക്കണ്ടോ ആണ്ടേ എല്ലാം ചൊല്ലിക്കൊള്ളിട്ടോ അപ്പൊ കുറിച്ചോ തണുപ്പോയി നാളങ്ങളല്ലേ എന്ത് പാലോ തൈരോ തൈക്കഞ്ഞോ ഇതോ പിന്നെന്താ വേണ്ടിയേ ഫോണോ നാളങ്ങളെ ഏകദേശം ഏതാങ്കില്ല നിങ്ങൾ അവിടെ നമ്മളെ സ്വർണ്ണക്കിണ്ടിയില് അതാ കിടക്കണേ വേണോ നമ്മളെ സ്വർണ്ണക്കിണ്ടി എടുത്ത് കൊടുത്ത വിധ മാമ അങ്ങനെ ഉണ്ട് എന്ത് സാധനങ്ങളോ അതിന് ഓട്ടം ഉണ്ടാവും പാത്രത്തിന് കഴുത്തിന് കഴിക്കാൻ നോക്കി മമ്മ അവിടെ അടിയിലുണ്ട് ഗൈസ് അവിടെ ഉണ്ട് മമ്മ അടുത്ത് നിന്നട്ടോ എങ്ങനെയുണ്ട്
ഒക്കെ ഉള്ളതൊക്കെ എണ്ണക്കടി അല്ലേ എങ്ങനുണ്ട് അനിയാ ഇജുണ്ടാക്കിയ കടലറ്റ് എങ്ങനുണ്ട് രസല്ലേ ഏതോളി മതില്ലേ ഇവിടെ തല്ലും പൊടിന്റെ ഒച്ചയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കണത്. ഇപ്പൊ ചോറിച്ചു വേണ്ട. അപ്പൊ അമ്മായിയൊക്കെ പോകാല്ലോ വേജാറില് തിന്ന് പോകാന്ന് പൈസ ഉണ്ടാക്കി കത്തിച്ചാണ്ട. ഇവിടെ ചോറ് വളമ്പലും തീറ്റൊക്കെയാണ്. മോണ്ടന് വേണ്ടേ ഒക്കെ കഞ്ചാവ് അടിച്ച് ആലയിക്കണേ. ആ ഒറ്റക്ക് തിന്നോ? ചെറിയാപ്പ കളിക്ക് വേണ്ടിട്ടേ ചെറിയാപ്പൂര് 8 മണിക്ക് കളി ഉണ്ട് കാരണം അപ്പൊ ഓല് എന്നാള് നല്ല ആസ്വദിച്ചൊക്കെ തിന്നാണ്. ചെറിയപ്പോ കളിക്ക് വായല്ല വേജാറിൽ തിന്ന എന്താ പിന്നെ കാട്ട കളി നടക്കട്ടെ അമ്മമ്മ. ഞാൻ നിങ്ങളാദ്യം ആരും മാണ്ടാന്നല്ലേ നേരെ 8 മണിയാവണോളൂ. നിങ്ങൾ തിന്നണ്ട് ഒക്കെ തിന്നാണ്. അല്ലേനിപ്പോ ഞാൻ എന്തിനാ കുട്ടിക്കണേ ഞാൻ 10:30 വരും കേട്ടോ. നിങ്ങള് തരാതെ ബിരിയാണി വളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. മോണ്ട ഫുഡ് അങ്ങനെയുണ്ട്. സെറ്റ് ഫുഡ് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഫുഡ് ഞാൻ എവിടുന്ന് കഴിച്ചിട്ടില്ല. എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി പോണ്ടേ? ചിക്കനാണേ ബീഫ് ബിരിയാണി. നല്ല രസമുണ്ട്. ഓല് രണ്ടാളുങ്ങളോ ഇതിലല്ല, ഓല് വേറെ ഫാമിലിയാണ്. പറഞ്ഞിരിക്കാൻ പോയിരുന്നതാണോ ഡൗട്ട് കുറ്റം പറയാനേ ഭക്ഷണത്തിന്. അളിയാക്ക ബിരിയാണി എങ്ങനെയുണ്ട്? ഒക്കത്തിനും കിളി പോയോണ്ട് ആ ലെവൽക്ക് ഒക്കത്തിനും കണ്ടാന്ന് തിന്നിട്ടേ ഉണ്ടാക്കലെന്നുള്ളു തിന്നൂല ആരും നോമ്പറക്കുമ്പോ ഒന്നും ഉണ്ടാക്കട്ടെ. നാരങ്ങളും ബിരിയാണി എല്ലാ പേരിലും തന്നെ അനിയോ എങ്ങനെയുണ്ട്? ഇത് കൈ വെച്ചതല്ലാത്തോണ്ട് എങ്ങനെയുണ്ട്? കൈ പിടിച്ചു കൊണ്ടേക്കോ ഓയ്. എല്ലാരും തീറ്റയും കാര്യൊക്കെ കഴിഞ്ഞ് അമ്മയോ പോവാണോ? പോയൊന്ന് മലന്ന് കറന്നാ മതി. ചോറൊക്കെ ഉണ്ടേ. ആ ഫുഡൊക്കെ വെറൈറ്റി ഫുഡാണ്. സമൂസ കട്ട്ലേറ്റ് ഒക്കെ നല്ല രസമൊക്കെ ഉണ്ട്. നിങ്ങൾ ഇന്നലെ പോയില്ലാറ് ഐറ്റംസ് ഇവിടെ അല്ലേ? കുൽക്കി സർവത്ത് അല്ല കുൽക്കി സർവത്തിന്റെ ബെഞ്ചില്ലാന്നുള്ളൂ, അല്ലാത്തൊക്കെ ഉണ്ട് അവിടെ. എന്തേ പോയിക്കൂടെ? ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന പോയിനോ? പോണം. വണ്ടി കിട്ടിയില്ലേ? ഇനി പോവാലോ. തുറന്നു കഴിഞ്ഞാല് ഇങ്ങനെ പോകരുതേ, ഇവിടെ കുറച്ച് നിന്നിട്ട് പോണം. കുറച്ച് കഴിഞ്ഞിട്ട് പോണം. എന്നിട്ട് അവിടുത്തെ ഈ ഓലൊക്കെ അല്ലേ കൊണ്ടുപോണ്. അത് പോയി കഴിഞ്ഞാൽ നല്ലോണം തിന്നണം. അതിനാണ് പോണത്. ആ എരിവുള്ളതും ഇതിനൊക്കെ തിന്നണം. ആ മുന്നേ കൊണ്ടുപോയണ്ടല്ലോ, ആ കടക്കാർക്ക് ലാഭാണ്.